ബ്രോ കുഴപ്പമില്ലായിരുന്നു ബ്രോ, ജസ്റ്റ് ഒരു ആവറേജ് ഫീലായിരുന്നു മൂവി. ജയിലറൊന്നും പ്രതീക്ഷ ഒന്നും കിട്ടത്തൊന്നുമില്ല. ജസ്റ്റ് ഈ ഹൈപ്പിൻ്റെ പ്രശ്നമാണ്. ചുമ്മാ നോർമലായിട്ട് വന്ന് കണ്ട ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അതാണ് മെയിനായിട്ട്. ലോകേഷിൻ്റെ ഒരു നോർമൽ മൂവീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇത് എന്തായാലും വരത്തുള്ളൂ. ഇഷ്ടമാണ് ബ്രോ. പക്ഷെ മാത്രമല്ല ഈ ഹൈപ്പില്ലെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടേനെ. അതാണ് ആ ഹൈപ്പിനത്ര ഒന്നും കംപ്ലീറ്റ്ലി വന്നിട്ടില്ല മൂവി, അതാ കാര്യം. പെർഫോമൻസ് വൈസ് കൊള്ളായിരുന്നു. അമീർ ഖാൻ കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളായിരുന്നു. പക്ഷേ റോളക്സ് കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും അമീർ ഖാന് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഉപേന്ദ്ര അടിപൊളിയായിരുന്നു. പുള്ളിക്കാരന് കൊടുത്ത റോള് കറക്റ്റ് പറഞ്ഞാൽ ഹൈ മൊമെൻറ്റ് പിന്നെയും കൊണ്ടുവന്ന് ഉപേന്ദ്ര മാത്രമാണ്. ഈവൻ രജനികാന്തിന് പോലും ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. മാസ്റ്റർ എന്ന് പറയുന്ന പടമായിരുന്നു ഏറ്റവും മോശം പടം. ലിയോ വിജയനോടെ ചെയ്ത 2 പടങ്ങളായിരുന്നു. ലോകേഷിൻ്റെ കാര്യത്തിൽ ഡൗൺ ആയിട്ടുന്ന പടം. പക്ഷേ അത് കൂലി കൊണ്ടുവന്ന് മാറ്റിക്കളഞ്ഞു. ഏറ്റവും മോശം പടം കൂലി എന്ന് തന്നെ പറയാം. ലോകേഷിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറെ ലെവലിൽ നമുക്കൊരു ഫീൽ വരും. അതായത് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പടത്തിൽ അതൊന്നുമില്ല. ഒരു സാധാ നോർമൽ പടം അത്രയേ ഉള്ളൂ. വേറെ എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല. പടം നിരാശ തന്നെയാണ്.